ഓക്കെ. ജിതേഷ് പറഞ്ഞത് കള്ളമാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിയാൽ മതി. ആരത്തേക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല സർ. മറിന? എനിക്കും അറിയത്തില്ല സർ. ഫിദ? ഇത് സത്യമല്ലെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന മറ്റൊരു സ്ത്രീയെ ഞാൻ സംശയിക്കുന്നു എന്നല്ല അർത്ഥം. അങ്ങനെയെങ്കിൽ പറയാൻ പറ്റില്ല സർ. ദുഷ്ടന്മാരെ, മരിച്ചുപോയ അവളെ നിങ്ങൾ വീണ്ടും കൊല്ലുവാണ്. കൂട്ടുകാരാണത്ര, ചതിയന്മാരാണ് നിങ്ങൾ. പച്ചക്കള്ളവാ സർ ജിതേഷ് പറഞ്ഞത്. അത് നീ ആരോട് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ സർ, കല്യാണത്തിന് മുമ്പേ ഷൈനി എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നെന്ന്. മാത്യുവിന് പോലും അറിയാത്ത കാര്യമാണ്. ഷീ കനോട്ട് കൺസീവ്. ഓ, എൻ്റെ അടുത്തുള്ള വൈരാഗ്യം തീർക്കാൻ കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കുക. ഐ എം സോറി മാത്യു, ഇതാരോടും പറയരുതെന്ന് ഷൈനി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഡോക്ടറും ഒരു പേഷ്യന്റിനെ പറ്റി സത്യം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല സർ. എത്തിക്സ് എന്നൊന്നുണ്ട്, പ്രൊഫഷണൽ ആയാലും ജീവിതത്തിലായാലും. ആ എത്തിക്സ് ഉണ്ടായിട്ടാണോ നീ ഷൈനി ബൈപ്പോളാണെന്ന് ഇവരുടെ വിളിച്ച് പറഞ്ഞത്? സർ, ഷൈനിയുടെ ഫയല് ഇപ്പോഴും എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. മരിച്ച ഒരു സ്ത്രീയുടെ അന്തസ്സിനെ കെടുത്തി കളയുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറഞ്ഞത്, അല്ലാണ്ട് ആരെയും കൊടുക്കാനല്ല. സി ഡോക്ടർ, പ്രഗ്നൻ്റ് ആവില്ലെങ്കിൽ ഈ ഇഷ്യൂവിൽ ഷൈനിക്ക് ഏറ്റവും നല്ല ഡിഫൻസ് അതല്ലേ? വേണേ നിങ്ങളുടെ സപ്പോർട്ടും കിട്ടും. എന്നിട്ടും ഷൈനി എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? സർ, പ്രഗ്നൻ്റ് ആവില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ടാണ് ഷൈനി കണ്ടിരുന്നത്. അതൊരിക്കലും പുറത്തറിയാൻ ഷൈനി സമ്മതിക്കില്ല. ആരോടും പറയരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതും അതുകൊണ്ടാ. അപ്പം മറ്റൊരാളാന്ന് 100% ഉറപ്പുള്ള ഈ ഒരു ഇഷ്യൂ ഇല്ല, അവരെ എക്സ്പോസ് ചെയ്യാനല്ലേ ഷൈനി നോക്കൂ. ഓക്കെ, ഫെയർ ഇനഫ്. ജോണാ, ഞാൻ പറയുന്ന പോലെ അയാളോട് സംസാരിക്കണം. ഹലോ ഫിദ. ഹലോ. എന്തായി കേൾക്കുന്നേ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്ത് പറ്റി ഷൈനിക്ക്? സൂസൈഡ് ചെയ്തതെന്നാ പറയുന്നത്. സൂയിസൈഡോ? എന്തിന്? പോലീസ് വന്നിട്ടുണ്ട്. ഷൈനി ലാസ്റ്റ് വിളിച്ചത് ജോണിനെ ആണെന്നാ കോൾ റെക്കോർഡ് നോക്കി അവർ പറയുന്നുണ്ടായിരുന്നെ. എന്തായാലും ജോണിനെ വിളിക്കായിരിക്കും അവര്. എന്നെന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ കാശിന്റെ കാര്യമാണ് സംസാരിച്ചത്, അതും വളരെ ഡീസന്റ് ആയിട്ട്. കാശിന്റെ എന്ത് കാര്യം ചോദിക്കുക? കാശിന്റെ എന്ത് കാര്യം? അത് പിന്നെ വേറെ ആരോടും ഡിസ്കസ് ചെയ്യരുതെന്ന് ഷൈനി പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ പറയാം. എനിക്ക് തരാനുള്ള 25 ലക്ഷം രൂപയില് 10 ലക്ഷം രൂപ ഷൈനി ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ബാക്കിക്ക് കുറച്ച് ദിവസം അവകാശം ചോദിച്ചു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ഇന്ന് രാത്രിയിലോ? ആ, ഒരു 9 മണിയായി കാണും. 2 പ്രാവശ്യമായിട്ട് 5 ലക്ഷം വീതം കാശിട്ടത്. ഞാനത് കൺഫേം ചെയ്യാൻ വിളിച്ചപ്പോ നല്ല രീതിയിൽ സംസാരിച്ച ഫോൺ വെച്ചത്. മതി മതി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ഇത്രയും കാശൊക്കെ ഷൈനയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു? ഇല്ല സർ. ഷൈനയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എന്താ വഴി? സർ, ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഓൺലൈൻ നോക്കണമെങ്കിൽ പാസ്വേഡ് എനിക്കറിയില്ല. പറയടാ, നീയല്ലേ ഷൈനിക്ക് കാശ് കൊടുത്തേ? ഷൈനി നീയായിട്ട് എന്താ ഇടപാട്? എന്തിനാ നീ അവളെ കൊന്നേ? സർ, ഞാനാരെ കൊന്നിട്ടില്ല. അതൊക്കെ ഞാനിപ്പോ കണ്ടുപിടിച്ചു തരാം. ഡോക്ടർ, ഇവന്റെ ഇന്റർനെറ്റ് ബാങ്ക് പാസ്വേഡ് അറിയോ? അറിയാം. പാസ്വേഡ് ഞാൻ മാറ്റിയിട്ടുണ്ട് സർ. ജോണിനെ സെറ്റിൽ ചെയ്യാൻ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നും പറഞ്ഞ് ഷൈനി കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാനാ കാശ് കൊടുത്തത്. കടമായിട്ട് കൊടുത്തതാ. പിന്നെ വെറുതെ ലക്ഷങ്ങൾ കൊടുത്ത കഥ ഞാനങ്ങ് വിശ്വസിച്ചു. കാശ് കൊടുത്തിട്ടും തീരാത്ത എന്ത് തർക്കമാണ് നിങ്ങൾ തമ്മിലുണ്ടായത്? സാർ, ഒരു തർക്കമില്ല സാർ. ഒരു സഹായമായിട്ട് ചെയ്തതാ. കഴിഞ്ഞ ആഴ്ച സ്വന്തം സിസ്റ്റർ 1 ലക്ഷം രൂപ കടായിട്ട് ചോദിച്ചപ്പോ ടൈറ്റാന്ന് പറഞ്ഞ ഒഴിഞ്ഞ ആളാ. എടാ, ഷൈനി ആത്മഹത്യ ചെയ്തായിരിക്കുമെന്ന് നീ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു നിനക്കെന്തോ വലുത് ഒളിപ്പിക്കാനുണ്ടെന്ന്. ഞാനങ്ങനെ സാധാരണ ആൾക്കാരെ തല്ലാറില്ല. പക്ഷെ എൻ്റെ ഒരെണ്ണം വാങ്ങിച്ചാലുണ്ടല്ലോ ഇരിപ്പതാ. ആദ്യം നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കാണട്ടെ, എന്നിട്ടാ ബാക്കി കാര്യങ്ങൾ.
5 ലക്ഷമാണോ നീ ഷൈനിക്ക് കൊടുത്ത്? അപ്പൊ ബാക്കി 5 ലക്ഷം ഷൈനിക്ക് എവിടെ നിന്ന് കിട്ടി? സർ എനിക്കറിയില്ല സർ, എന്നോട് 5 ചോദിച്ചുള്ളൂ. ഷൈനി മൂലം പ്രശ്നം ഇത് ആദ്യമായിട്ടൊന്നും ഷീ കനോട്ട് കൺസീവ്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇത് അങ്ങോട്ട് വന്നിരുന്നു. രാവിലെ വിളിക്കാന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് ഇത് മാത്യുവിന്റെ ബ്രാൻഡാണ് സർ. പച്ചക്കള്ളതാ സർ ജിതേഷ് പറഞ്ഞത്. നിങ്ങൾ എത്ര മണിക്കാ ഗെയിം കളിക്കാൻ തുടങ്ങിയത്? ഒരു 7:15 അതായത് 8 മണി ആയപ്പോഴേക്കും പാർട്ടി അലമ്പായി അല്ലേ? അതെ. ഏഴേകാലിന് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ വിളിച്ചപ്പോഴല്ലേ മെറീൻ പാർട്ടിയിലാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത്? അതെ. എന്നിട്ട് ആ മെസ്സേജ് എവിടെ? ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഈ 7:15 മുമ്പ് അയച്ച മെസ്സേജിന് 10 മണി കഴിഞ്ഞിട്ടാണോ ചേട്ടൻ റിപ്ലൈ അയക്കുന്നത്? ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മെസ്സേജ് ലേറ്റ് ആയതാവും. ഓ ശരി ശരി. പാർട്ടിയിലാണെന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ എൻജോയ് എന്നൊക്കെയാണ് എഴുതുന്നത്. ഇതെന്താ ഹോപ്പ് യു ആർ ഓക്കെ, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടെ സാർ, ചേട്ടനല്ലേ മെസ്സേജ് അയച്ചത്. എന്നാ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ ഉറങ്ങിക്കാണോ? വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ? ഉറങ്ങിക്കാണും. അത് സാരമില്ല, ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ. മെറിൻ ഞാൻ പറയുന്ന മാത്രം സംസാരിച്ചാൽ മതി. ഹലോ ഹലോ. എന്താ മോളെ പിന്നെ വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാത്രി ഇനിയും വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞേ. ചേട്ടനിപ്പോൾ തിരിച്ചു വിളിക്കും. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണെന്ന് പറയണം. ഹലോ. ഹലോ ഹലോ എന്താ മോളെ പ്രശ്നം? മോളെ കാശ് കിട്ടിയില്ലേ? മോളെന്താ ഒന്നും മിണ്ടാത്തേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ കേൾക്കുന്നില്ലേ? കട്ടായോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ കാശ് കിട്ടിയെന്ന് പറയാൻ വിളിച്ചതാ. ഓക്കെ ഞാൻ നാളെ വിളിക്കാം. ശരി മോളെ. എന്തായിരുന്നു മെറിൻ കാശിന് അത്യാവശ്യം? ഇച്ചായന് ബാങ്കിലെ കാശ് തിരിച്ചു കൊടുക്കാനുള്ളതുകൊണ്ട്. ബാങ്കിലെ തിരിമറി മെറിനോട് പറഞ്ഞിട്ടുണ്ടോ? സത്യം പറയണം. പറയുന്ന സത്യമാണെങ്കിൽ കാശ് തിരിച്ചു വെച്ച് നിങ്ങൾ തടി ഊരിയാൽ ഞാൻ അതിൽ ഇടപെടത്തില്ല. കള്ളം പറഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ അകത്താ. ബാങ്കിലെ കാര്യം അവർക്കറിയില്ല സാർ. ഒരു കാര്യമില്ലാതെ മനുഷ്യൻ കള്ളം പറയില്ല. ജിതേഷ് ഇതുവരെ കള്ളം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മെറിനും. നിങ്ങൾ രണ്ടുപേർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ എന്തോ ഒളിക്കാനുണ്ട്. അതുപോലെ ഷൈനിയുടെ മരണത്തിനും പങ്കുണ്ട്. മെറിൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് കൂടുതൽ കുഴപ്പമാവേ ഉള്ളൂ. ഇതിൽ ഷൈനിയുടെ റോൾ എന്താണ്? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും അവർക്ക് കാശ് കൊടുത്തത്? ജിതേഷേ, നമ്മൾ രണ്ടും കൂടെ ആരതിയുടെ മുമ്പിൽ ചെല്ലാന്നാണോ നീ സമ്മതിച്ചേ? ഒരിക്കലും നടക്കില്ല. എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല. മെറിൻ, നമ്മൾ രണ്ടുപേരോടെ പോയാലേ ആരതി വിശ്വസിക്കത്തുള്ളൂ. സിദ്ധു നമുക്ക് വേണ്ടി ബലിയാടായിരിക്കുന്നത്. ജിതേഷ് നോക്ക്, നമ്മൾ ഇതൊക്കെ അന്നേ അവസാനിപ്പിച്ചതല്ലേ. എന്റെ പേര് വരാതെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത് പ്ലീസ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എനിക്ക് സിദ്ധുവിന്റെ കാര്യം കൂടി നോക്കണ്ടേ? നീ എന്നെ ചതിക്കോ? ഇത് ചതിക്കുന്ന പ്രശ്നമല്ല മെറിൻ. നമുക്ക് ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം. ആദ്യം സിദ്ധുവിന്റെ കാര്യം. അവന്റെ കല്യാണം വരെ കുഴപ്പത്തില്ല. ജിതേഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരത്തില്ല. എന്തൊരവസ്ഥയത്. നീ എന്നെ കാണിച്ചു കൊടുക്കോ? നിക്കക്കളിയില്ലാതെ വന്ന സിദ്ധു എന്റെ പേര് പറയും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പിടിച്ചിരിക്കാൻ ശ്രമിക്കും. എനിക്കിപ്പോ ഇതേ പറയാൻ പറ്റൂ മെറിൻ.